ഹലോ മൈഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് DRDO റിലേറ്റ് ചെയ്തിട്ടുള്ള കേരള PSC ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ ദിവസം കേരള PSC ഡിഗ്രി ലെവലിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. DRDO രൂപീകരണത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യൻ സൈന്യത്തിന്റെ സാങ്കേതിക വികസന സ്ഥാപനങ്ങളെ ലയിപ്പിച്ചാണ് DRDO രൂപീകരിച്ചത് എന്നാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, DRDOയിൽ ലയിപ്പിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. DRDO മിസൈൽ വികസന മേഖലയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നതിനകത്തെല്ലാം രണ്ട് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. സോ മിസൈൽ വികസന മേഖല മാത്രമല്ല എന്നിട്ടുള്ള കാര്യങ്ങൾ DRDO റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാം. കാര്യം കോവിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പല വാക്സിൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, DRDO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ ഓപ്ഷൻ എലിമിനേഷൻ വഴിയിട്ട് ഈ ഒരു ആൻസർ കിട്ടുന്നതായിരുന്നു. അപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെ സാങ്കേതിക വികസന സ്ഥാപനങ്ങളെ ലയിപ്പിച്ചിട്ടാണ് DRDO രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ്. അത് ലയിപ്പിച്ച ഒരു സ്ഥാപനമാണ് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. അതായത് ഏതൊക്കെ സംഭവങ്ങളെ ചേർത്തിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 1958 DRDO രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അത് കൂടാതെ ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് പ്രൊഡക്ഷനും എന്നിവ ലയിപ്പിച്ചിട്ടാണ് DRDO രൂപീകരിച്ചത്. ഏതൊക്കെയാണ്? എസ്റ്റാബ്ലിഷ്മെന്റും ടെക്നിക്കൽ ഡെവലപ്മെന്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്നിവയെ ലയിപ്പിച്ചിട്ടാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് DRDO രൂപീകരിച്ചത്. അതിനോടൊപ്പം DSOയും കൂടെ വന്നിട്ടുണ്ട്. DSOയും കൂടെ ഒന്നുകൂടെ പറയാം. ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇനി നമുക്ക് ചോദിക്കാം ഏതൊക്കെയാണ് ഈ ഒരു സ്ഥാപനങ്ങൾ, അല്ലാത്തവ ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ പരസ്പരം ലയിപ്പിച്ചുകൊണ്ടാണ് DRDO രൂപീകരിച്ചത്. എത്രയാണ്? 3. അപ്പൊ അതിനകത്ത് ഇന്ത്യൻ ആർമിയുടെ സാങ്കേതിക വിഭാഗം ആണ്, ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആണ്, ടെക്നിക്കൽ ഡെവലപ്മെന്റ്. ഇനി അടുത്ത എന്താണ്? പ്രതിരോധ ഉൽപാദന വിഭാഗം, അതായത് പ്രൊഡക്ഷൻ. ഇപ്പൊ പ്രൊഡക്ഷനെ ഓർത്തോണം, ടെക്നിക്കൽ ഓർത്തോണം, സയൻസ് ഓർത്തോണം. ഏതൊക്കെ ഓർത്ത് വെച്ചേക്കണം? ടെക്നിക്കൽ ഡെവലപ്മെന്റ്, പ്രൊഡക്ഷന് ആൻഡ് സയൻസ്. ഈ 3 സംഭവങ്ങളെയും ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് DRDO രൂപീകരിച്ചത്. ഇന്ത്യൻ ആർമിയുടെ സാങ്കേതിക വിഭാഗം, പ്രതിരോധ ഉൽപാദന വിഭാഗം, പ്രതിരോധ ശാസ്ത്ര ഗവേഷണ സ്ഥാപനം. ഈ 3നെയും കൂടെ ഒന്നിച്ചു ചേർത്തിട്ടാണ് 1958 ആര് രൂപീകരിച്ചത് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. DRDO രൂപീകരിച്ചത്. ഈ മിസൈൽ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ DRDOയുടെ IGMDP എന്ന പദ്ധതി ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. IGMDP, അതായത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ്. എന്താണ്? ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ്. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ്. അതായത് ഗൈഡഡ് മിസൈൽ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തേച്ചാൽ മതി. IGMDP എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൈഡഡ് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ആരുടേത്? ഒരു സിസ്റ്റമാണ്, DRDOയുടേതാണ്. അതായത് ഈ ഒരു പദ്ധതിക്ക് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത് ആരാണ്? APJ അബ്ദുൽ കലാമിന്റെ കാലത്താണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മിസൈൽ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ IGMDP എന്ന് പറയുന്നത് DRDOയുടെ മിസൈൽ സാങ്കേതിക വിദ്യ, ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഇനി രാജ്യത്തെ പ്രതിരോധ ഗവേഷണത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്നതിനും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വകാര്യ മേഖലയുടെ ഫലപ്രദമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായിട്ട് 2010 പ്രതിരോധ മന്ത്രി AK ആന്റണി DRDOയുടെ പുനഃസംഘടനയ്ക്ക് ഉത്തരവിട്ടു എന്ന കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്താണ്? 2010 പ്രതിരോധ മന്ത്രി AK ആന്റണി DRDOയുടെ പുനഃസംഘടനയ്ക്ക് ഉത്തരവിട്ടു. ഇപ്പൊ രാജ്യത്തെ പ്രതിരോധ ഗവേഷണത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്നതിനും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വകാര്യ മേഖലയുടെ ഫലപ്രദമായ പങ്കാളിത്തം ഉറപ്പിക്കുന്നതിനുമായിട്ട് 2010 AK ആന്റണിയാണ് DRDOയുടെ പുനഃസംഘടനയ്ക്ക് ഉത്തരവിട്ടത്. ഇനി DRDOയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൗലത് സിംഗ് കോത്താരിയാണ്. DRDOയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ദൗലത് സിംഗ് കോത്താരി ആണ്. ദൗലത് സിംഗ് കോത്താരി ആണ്.
നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അബ്ദുൽ കലാമിന്റെ അണ്ടറിൽ കുറെ അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഓർത്ത് വെച്ചേക്കുന്നത് അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ്, തൃശൂല്, ഇതൊക്കെ മായി ബന്ധപ്പെട്ടാണ് DRDOയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പല രീതിയിലുള്ള മിസൈൽ പദ്ധതികൾ ആണ്. അപ്പം അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ബാലിസ്റ്റിക്, അതായത് അഗ്നി 1 മുതൽ അഗ്നി 5 വരെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നത്. പൃഥ്വി എന്നത് എന്താണ്? സർഫസ് ടു സർഫസ് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് പൃഥ്വി. അത് പക്ഷെ എന്താണ്? ഹ്രസ്വദൂര മിസൈൽ ആണ് പൃഥ്വി എന്ന് പറഞ്ഞിരിക്കുന്നത്. സർഫസ് ടു സർഫസ് ആണ്. ആകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സർഫസിൽ നിന്നും വായുവിലേക്കുള്ളതാണ് ആകാശ് എന്ന് പറഞ്ഞിരിക്കുന്ന മിസൈൽ. നാഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടാങ്ക് വിരുദ്ധ മിസൈൽ ആണ്. DRDOയുടെ ടാങ്ക് വിരുദ്ധ മിസൈൽ ആണ്, ആന്റി ടാങ്ക് മിസൈൽ ആണ് നാഗ്. തൃശൂൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈൽ ആണ് തൃശൂല്. ബ്രഹ്മോസ് എന്നത് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് വികസിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞത്. അപ്പൊ അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽ ആണ്. പൃഥ്വി എന്ന് പറഞ്ഞിരിക്കുന്നത് സർഫസ് ടു സർഫസ് തൊടുക്കാവുന്ന ഹ്രസ്വദൂരം മിസൈൽ ആണ്. സർഫസ് ടു എയർ ആണ് ആകാശ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആന്റി ടാങ്ക് മിസൈൽ ആണ് നാഗ്. ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈൽ ആണ് തൃശൂൽ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അങ്ങനെ ചോദിച്ചിട്ട് ഇപ്പുറത്തെ പേരെന്താണെന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, സർഫസ് ടു സർഫസ് ആണ് പൃഥ്വി. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി. സർഫസ് ടു എയർ ആകാശ്. ആന്റി ടാങ്ക് മിസൈൽ നാഗ്. ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈൽ ആണ് തൃശൂൽ. ഇനി തേജസ് എന്ന് പറഞ്ഞിരിക്കുന്ന യുദ്ധവിമാനത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്, കേട്ടിട്ടുള്ളതായിരിക്കും. DRDO വികസിപ്പിച്ച ഭാരം കുറഞ്ഞ തദ്ദേശീയ യുദ്ധവിമാനമായിരുന്നു തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് DRDOയുടേത്. തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വികസിപ്പിച്ച ഭാരം കുറഞ്ഞ തദ്ദേശീയ യുദ്ധവിമാനം ആണ്. അർജുൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട യുദ്ധ ടാങ്ക് ആണ്. മെയിൻ ബാറ്റിൽ ടാങ്ക് ആണ് അർജുൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാറ്റിൽ ടാങ്ക്, യുദ്ധ ടാങ്ക്. ഇനി DRDO വികസിപ്പിച്ച ഭാരം കുറഞ്ഞ തദ്ദേശീയ യുദ്ധവിമാനം ആണ് ഏത്? തേജസ് എന്ന് പറയുന്നത്. ഇപ്പൊ റഡാറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ആര് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? DRDO ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വ്യോമ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഏത്? നേത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എയർ വഴിയിട്ട് എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ സൈറൻ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അതിനെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് നേത്ര. അപ്പൊ അത് റഡാറും ഇലക്ട്രോണിക് സംവിധാനം എന്ന് പറയുന്ന കാറ്റഗറിയിൽ DRDO ഡെവലപ്പ് ചെയ്യുന്നതാണ് നേത്ര. വ്യോമ ആക്രമണ മുന്നറിയിപ്പ് നേത്ര വഴിയിട്ടാണ്. ശത്രുക്കളുടെ ആയുധങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തുന്ന വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ആണ് സ്വാതി എന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ ISROയുടെ ഏതാണ് ശത്രുക്കളുടെ ആയുധങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തുന്ന വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ആണ് സ്വാതി. രാജേന്ദ്ര എന്ന് പറയുന്നത് ആകാശ് മിസൈൽ സംവിധാനത്തിന് വേണ്ടിയിട്ട് വികസിപ്പിച്ച റഡാർ ആണ്. ഇപ്പൊ നമ്മൾ ഇപ്പുറത്തെ ആകാശ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സർഫസ് ടു എയർ മിസൈൽ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ആകാശ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പറഞ്ഞിരിക്കുന്ന ആകാശ് മിസൈൽ സംവിധാനത്തിന് വേണ്ടി വികസിപ്പിച്ച റഡാറിന് പറയുന്ന പേരാണ് രാജേന്ദ്ര. അതിന്റെ റഡാർ ആണ് രാജേന്ദ്ര. ആകാശിന്റെ റഡാർ ആണ് രാജേന്ദ്ര. ദെൻ നേത്ര എന്താണ്? വ്യോമ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ്? വ്യോമ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നു നേത്ര. വ്യോമ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നു നേത്ര. ശത്രുക്കളുടെ ആയുധങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് കണ്ടെത്തുന്ന വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ആണ് സ്വാതി. അപ്പം DRDO മിസൈൽ മാത്രമാണോ ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, റഡാർ ഉൾപ്പെടെയുള്ളതും പിന്നെ യുദ്ധവിമാനങ്ങളും യുദ്ധ ടാങ്കുകളും എല്ലാം. പിന്നെ അടുത്തത് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷനോഗ്രാഫിക്കൽ ലാബോറട്ടറി. അതായത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചിയിൽ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനം ഇന്ത്യൻ നാവികസേനയ്ക്ക് ആവശ്യമായ സോണാർ സംവിധാനങ്ങളും കടലിനടിയിലെ ശബ്ദതരംഗങ്ങളെ കുറിച്ചും ഗവേഷണങ്ങൾ നടത്തുന്ന ISROയുടെ ഒരു യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷനോഗ്രാഫിക്കൽ ലാബോറട്ടറി എന്ന് പറഞ്ഞത്. NPOL എന്ന് പറഞ്ഞിരിക്കുന്നത് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷനോഗ്രാഫിക്കൽ ലാബോറട്ടറി. നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷനോഗ്രാഫിക്കൽ ലാബോറട്ടറി എന്ന് പറയുന്നത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, തൃക്കാക്കരയില്. നാവികസേനയ്ക്ക് ആവശ്യമായിട്ടുള്ള സോണാർ സംവിധാനങ്ങളും കടലിനടിയിലെ ശബ്ദ തരംഗങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും നടത്തുന്നു. അപ്പൊ സോണാർ സംവിധാനങ്ങളും ശബ്ദ തരംഗങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും നടത്തുന്ന DRDOയുടെ യൂണിറ്റ് ആണ് NPOL നേവൽ
ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രഫിക് ലാബോറട്ടറി. നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രഫിക് ലാബോറട്ടറി എന്നത് കൊച്ചിയിൽ തൃക്കാക്കരയിലുള്ളതാണ് സ്ഥിതി ചെയ്യുന്നത്. സോണാർ സംവിധാനങ്ങളും ആർക്ക് വേണ്ടിയിട്ടാണ്? നാവികസേനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. DRDO സ്ഥാപിച്ച വർഷം 1958. ഇതിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ്. ഇതിന്റെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരി? DRDO രൂപീകരിച്ച വർഷം 1958. ഇതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ആസ്ഥാനം എന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കാം. ഇത് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിലാണ് DRDO എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പ്രതിരോധ മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് ഏത് എന്ന് പറഞ്ഞിരിക്കുന്നത്? DRDO. അപ്പൊ DRDO സ്ഥാപിച്ച വർഷം 1958. ആസ്ഥാനം ന്യൂഡൽഹിയിൽ ആണ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഡിഫൻസ് മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് ആര് പ്രവർത്തിക്കുന്നത്? DRDO പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, മിഷൻ ശക്തി എന്ന പേരിൽ DRDO നടത്തിയ വിജയകരമായ പരീക്ഷണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിഷൻ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണം ആണ്. അപ്പൊ മിഷൻ ശക്തി എന്നുള്ളത് ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണം ആണ്. അതായത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഒരു ഉപഗ്രഹത്തെ മിസൈൽ അയച്ച് വിജയകരമായി തകർത്ത പരീക്ഷണമാണ് ഏത്? മിസൈൽ ശക്തി എന്ന് പറഞ്ഞു. ഇപ്പൊ മിഷൻ ശക്തി എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഒരു ലോ എർത്ത് ഓർബിറ്റിൽ ഒരു ഉപഗ്രഹത്തെ മിസൈൽ അയച്ച് വിജയകരമായി തകർത്ത പരീക്ഷണമാണ് മിഷൻ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ ഒരു സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായി ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് 4th രാജ്യമായിട്ട്. അതായത് മിഷൻ ശക്തി ചെയ്തതോട് കൂടിയിട്ട് ആന്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷണം DRDO മിഷൻ ശക്തി എന്ന പേരിൽ നടപ്പിലാക്കിയതോട് കൂടിയിട്ട് ലോകത്തിൽ ഈ ഒരു സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതായത് ഒരു താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഒരു ഉപഗ്രഹത്തെ മിസൈൽ അയച്ച് വിജയകരമായി തകർത്താണ്. താഴ്ന്ന ലോ എർത്ത് ഓർബിറ്റിലുള്ള ഒരു ഉപഗ്രഹത്തെ മിസൈൽ അയച്ച് വിജയകരമായി തകർത്ത പരീക്ഷണമാണ് മിഷൻ ശക്തി എന്ന് പറയുന്നത്. ഇനിയും APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. പൃഥ്വി എന്ന് പറഞ്ഞിരിക്കുന്നത് സർഫസ് ടു സർഫസ്, അഗ്നി സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ത്രിശൂൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ. ദെൻ നാഗ് ആന്റി ടാങ്ക് മിസൈല്. പിന്നെ സർഫസ് ടു എയർ ആണ് ആകാശ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ആരുടെ അണ്ടറിൽ വികസിപ്പിച്ച അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ വികസിപ്പിച്ചെടുത്തതാണ് ഏത്? ഈ പറയുന്ന പാട്ന എന്ന് വേണമെങ്കിൽ നമ്മൾ ഓർത്ത് വെച്ചേക്കാം കോഡായിട്ട്. പാട്ന. അതായത് P for പൃഥ്വി, A for അഗ്നി, T for ത്രിശൂൽ, N for നാഗ്, A for ആകാശ്. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. P for പൃഥ്വി, A for Agni, T for Trishul, N for Nag and A for Agash. Patna. P Prithvi, A Agni, T Trishul, N നാഗ്, A ആകാശ്. ഏതിന്റെ അണ്ടറിലാണ്? ഈ IGMDPയുടെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്തതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? പാട്ന. P for പൃഥ്വി, സർഫസ് ടു സർഫസ്. അഗ്നി ഏതാണ്? സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. സർഫസ് ടു സർഫസ് ആണെങ്കിൽ പൃഥ്വി ഉണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ ഇത് വരുന്നുണ്ട് അഗ്നി ആണ്. ഇനിയും ഷോർട്ട് റേഞ്ചിലുള്ള സർഫസ് ടു എയർ ആണെങ്കിൽ തൃശൂർ വരുന്നുണ്ട്. സർഫസ് ടു എയർ മീഡിയം റേഞ്ച് ആണെങ്കിൽ ആകാശ് വരുന്നുണ്ട്. ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ തൃശൂല്, മീഡിയം റേഞ്ച് ആണെങ്കിൽ ആകാശ് ആണ്. ആന്റി ടാങ്ക് മിസൈൽ ആണ് നാഗ്. അപ്പൊ പാട്ന എന്നുള്ള കോഡ് ഓർത്ത് വെച്ചേക്കുക. P for പൃഥ്വി, A for അഗ്നി, T for തൃശൂൽ, N for നാഗ് ആൻഡ് A for ആകാശ്. ആകാശ് എന്നുള്ളത് സർഫസ് ടു എയർ മിസൈൽ ആണ്. ദെൻ അത് മീഡിയം റേഞ്ച്. ഇനി പിന്നെ ഈ DRDOയുടെ പൂർണ്ണ രൂപം നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡിഫൻസിന്റെ റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? DRDOയുടെ ഫുൾ ഫോം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ആപ്തവാക്യം ബലസ്യ മൂലം വിജ്ഞാനം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ബലത്തിന്റെ ഉത്ഭവം അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന്റെ ഉത്ഭവം ശാസ്ത്രത്തിലാണ്. ബലസ്യ മൂലം വിജ്ഞാനം എന്നാണ് DRDOയുടെ ആപ്തവാക്യം. പിന്നെ തേജസ്സും അർജുനും എല്ലാം ഏതുമായി ഡെവലപ്പ് ചെയ്ത്
പിനാക്ക എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇവരുടെ DRDOയുടെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ്. ഇതെല്ലാം BYQ ആണ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കൃത്രിമ ഉപഗ്രഹ വിരുദ്ധ ആന്റി സാറ്റലൈറ്റ് മിസൈൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, അത് ഏത് പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു? മിഷൻ ശക്തി. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തോടുകൂടിയിട്ടാണ് ഇന്ത്യ 4ാമത്തെ രാജ്യമായത് ലോകത്ത് ആ ഒരു സാങ്കേതിക വിദ്യ കൈവശമുള്ളത്. കോവിഡ് കാലത്ത് DRDO ഡെവലപ്പ് ചെയ്ത ആന്റി കോവിഡ് മരുന്നാണ് 2DG എന്ന് പറയുന്നത്, 2-deoxy D-ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കോവിഡിന്റെ ടൈമിൽ DRDO വികസിപ്പിച്ചെടുത്ത ആന്റി കോവിഡ് മരുന്നാണ് T-deoxy D-ഗ്ലൂക്കോസ്, 2DG എന്ന് പറയുക. 2DG മീൻസ് 2-deoxy എന്നാണ്, 2-deoxy D-ഗ്ലൂക്കോസ്. പറഞ്ഞു നോക്കണേ. D for deoxy D-ഗ്ലൂക്കോസ്, deoxy D-ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ D-ഗ്ലൂക്കോസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. D-ഗ്ലൂക്കോസ്, deoxy, 2-deoxy, 2-deoxy D-ഗ്ലൂക്കോസ്. 2DG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-deoxy D-ഗ്ലൂക്കോസ് എന്നാണ്. പിന്നെ DRDO വിജയകരമായി പരീക്ഷിച്ച രുദ്രം 2 മിസൈലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ മിസൈൽ ആണ് രുദ്രം 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ശത്രുക്കളുടെ റഡാറുകൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവ കണ്ടെത്തി നശിപ്പിക്കാൻ ഈ രുദ്രം 2ന് കഴിയും. എസ്. സുഖോയ് യുദ്ധവിമാനത്തിൽ നിന്ന് നിക്ഷേപിക്കാൻ സാധിക്കും. എസ്. അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് രുദ്രം 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ മിസൈൽ ആണ്. എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ മിസൈൽ ആണ് രുദ്രം 2 എന്ന് പറയുന്നത്. ശത്രുക്കളുടെ റഡാറുകൾ, ആശയവിനിമയ ശൃംഖല എന്നിവ കണ്ടെത്തി നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. സുഖോയ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് സുഖോയ് യുദ്ധവിമാനത്തിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് ഈ രുദ്രം 2 എന്ന് പറയുന്നത്. അപ്പം DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് സുഖോയ് യുദ്ധവിമാനത്തിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് രുദ്രം 2. ശത്രുക്കളുടെ റഡാർ തരംഗങ്ങളെ പിന്തുടർന്ന് ചെന്ന് തകർക്കാൻ ശേഷിയുള്ള ഇതിന്റെ വേഗത മാക്ക് 5.5, അതായത് ശബ്ദ വേഗത്തിന്റെ എത്ര ഇരട്ടിയാണ് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്? 5.5 ഇരട്ടി വേഗതയിലാണ് ഇതിന് ശത്രുക്കളുടെ റഡാർ തരംഗങ്ങളെ പിന്തുടർന്ന് ചെന്ന് തകർക്കാൻ ശേഷിയുള്ള ഇതിന്റെ വേഗത എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്ക് 5, അതായത് 5.5. ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമ്രാത്ത് ആണ് ഇതിന്റെ നോഡൽ ലാബ് എന്ന് പറയുന്നത്. ഇതിന്റെ നോഡൽ ലാബ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമ്രാത്ത്, ഇതിന്റെ നോഡൽ ലാബ് എന്ന് പറയുന്നത് RCI. അപ്പൊ DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നിട്ടാണ് രുദ്രം 2 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്പീഡ് എത്രയാണ്? ശബ്ദ വേഗതയുടെ 5.5. അടുത്തത് ULPGM-V3 എന്ന പേരിൽ DRDO അടുത്തിടെ അന്തിമ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ പ്രതിരോധ സംവിധാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോണുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ആണ് ഈ LPG എന്ന് ഓർക്കാം, V3 എന്ന പേരിൽ ആണ് ഡ്രോണുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ. PGM മീൻസ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ആണ്. അതായത് UL എന്ന് പറഞ്ഞാൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാണ്. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അതാണ് ഡ്രോൺ. ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ, അതായത് ഡ്രോണുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ആണ് UL. നമ്മൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ULPGM എന്ന് ഓർക്കാം. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്താണ്? U ഫോർ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, മനുഷ്യരില്ലാത്ത ഏരിയൽ വെഹിക്കിൾ. L ഫോർ ലോഞ്ച്ഡ്, P ഫോർ പ്രിസിഷൻ, G ഫോർ ഗൈഡഡ് മിസൈൽ. എന്നോട് പറഞ്ഞു നോക്കിയേ, U എന്ന് പറയുന്നതാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. U ഫോർ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, U ഫോർ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. L ഫോർ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ വെച്ചാണ് ഇതിന് അന്തിമ പരീക്ഷണം നടന്നത്. ഇവിടെ വെച്ചിട്ടാണ്? ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ വെച്ചിട്ടാണ് ഇതിന് അന്തിമ പരീക്ഷണം നടന്നത്.
ഡ്രോണുകളിൽ വെച്ച്, അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് ഡ്രോൺ എന്ന് പറയുന്നത്, UAV, ഘടിപ്പിച്ച് എയർ ടു ഗ്രൗണ്ട്, ഭൂമിയിലെ ടാങ്കുകൾ തകർക്കാൻ, എയർ ടു എയർ, മറ്റു ഡ്രോണുകളെയോ ഹെലികോപ്റ്ററുകളെയോ തകർക്കാൻ എന്നീ രണ്ട് രീതിയിലും ഉപയോഗിക്കാവുന്നതാണ് ULPGM എന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ അടുത്തിടെ ഇതിനെ സക്സസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ വെച്ചാണ് ഇതിന്റെ അന്തിമ പരീക്ഷണം നടന്നത്. അതിന്റെ പേരാണ് ULPGM V3 എന്ന പേരില്. അന്തിമ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ പ്രതിരോധ സംവിധാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡ്രോണുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ. ഓക്കെ, അതായത് എയർ ടു ഗ്രൗണ്ട്, ഭൂമിയിലെ ടാങ്കുകൾ തകർക്കാൻ സാധിക്കും, ആൻഡ് എയർ ടു എയർ പറ്റും, അതായത് മറ്റ് ഡ്രോണുകളെയോ ഹെലികോപ്റ്ററുകളെയോ ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ടും ULPGM കാറ്റഗറി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് DRDO റിലേറ്റ് ചെയ്ത് നമുക്കിപ്പം പഠിക്കുന്നത്. ദെൻ നമ്മൾക്കിപ്പോൾ ഒരു പുതിയ കോഴ്സ് അവൈലബിൾ ആണ്. ഡിഗ്രി മെയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.